പ്രക്കൂഴം ദിവസത്തോടനുബന്ധിച്ച് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. പ്രക്കൂഴം ദിവസമായ ഇന്ന് പുലർച്ചെ തന്നെ കുറ്റേരി നമ്പ്യാർ മാലൂർ പടിയിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന നെയ് ഇക്കര ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇക്കരെ ക്ഷേത്രനടയിലാണ് തണ്ണീംകുടി ചടങ്ങ് നടന്നത്. ക്ഷേത്രനടയിൽ കൂവളത്തറയോട് ചേർന്ന് താഴെ നടവഴിയിൽ ആയില്യാർക്കാവിന് അഭിമുഖമായി നിന്നാണ് തണ്ണീംകുടി ചടങ്ങ് നടക്കുന്നത്. ഒറ്റപ്പിലാൻ, പുറങ്കലയൻ, കൊല്ലൻ, ജന്മാശാരി, കണിയാൻ, പെരുവണ്ണാൻ, കാടൻ എന്നീ സ്ഥാനികരാണ് ഈ ചടങ്ങിന്റെ അവകാശികൾ. 7 മരവാഴ കൊടിയിലയിൽ തേങ്ങ, വെല്ലം, പഴം എന്നിവ വെച്ച് പ്രാർത്ഥിച്ച ശേഷം സ്ഥാനികർ ഇലയോടെ തണ്ണീംകുടി സാധനങ്ങൾ എടുത്ത് മന്നഞ്ചേരിയിലേക്ക് പോകും. അക്കര സന്നിധാനത്തിന്റെ അഗ്നികോണിൽ ബാവലിപ്പുഴയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന മന്നഞ്ചേരിയിലെ ചന്ദ്രേരിയൻ മാവിൻ ചുവട്ടിൽ തണ്ണീംകുടി സാധനങ്ങൾ പരസ്പരം കൈമാറിയും വീതം വെച്ചും ഇവർ ഭക്ഷിക്കുന്നതോടെ തണ്ണീംകുടി ചടങ്ങ് പൂർണ്ണമാകുന്നു. തണ്ണീംകുടി ചടങ്ങിന് ശേഷം ക്ഷേത്ര സന്നിധിയിലെ കുത്തൂട്ടിൽ അടിയന്തര യോഗം ചേർന്നു. വൈശാഖ മഹോത്സവത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ പരിപൂർണ ഉത്തരവാദിത്വം അടിയന്തര യോഗത്തിനാണ്. 4 ഊരാളന്മാർ, 7 ഇല്ലക്കാർ, കണക്കപ്പിള്ള, മണാളൻ എന്നിവരാണ് അടിയന്തര യോഗത്തിലെ പ്രധാനികൾ. ജന്മസമുദായമാണ് അടിയന്തര യോഗത്തിന്റെ അധ്യക്ഷൻ. പുല്ലഞ്ചേരി ഇല്ലക്കാർ എഴുന്നള്ളിച്ചെത്തിച്ച അവിൽ അടിയന്തര യോഗത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചു. തുടർന്ന് അടിയന്തര യോഗ സമക്ഷം തന്നെ അവിൽ അളന്ന് തിട്ടപ്പെടുത്തി. വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കൈക്കൊണ്ട ശേഷമാണ് അടിയന്തര യോഗം പിരിഞ്ഞത്. വയനാട് എരുമത്തെരുവ് ശ്രീ കാഞ്ചി കാമാക്ഷിയമ്മൻ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള യാദവ സമുദായം എഴുന്നള്ളിച്ചെത്തിക്കുന്ന നെല്ല് സമർപ്പണം ഇക്കര ക്ഷേത്ര പൂമുഖത്ത് നടന്നു. 100 കിലോയിലധികം വരുന്ന നെല്ലാണ് യാദവ സമുദായം സമർപ്പിക്കുന്നത്. തുടർന്ന് കണക്കപ്പിള്ളയുടെ നേതൃത്വത്തിൽ നെല്ലളവ് നടന്നു. ശ്രീകോവിലിന് മുൻവശത്ത് നടവഴിയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കണക്കപ്പിള്ള നെല്ല് അളന്ന് തിട്ടപ്പെടുത്തി. അളന്ന് തിട്ടപ്പെടുത്തിയ നെല്ല് 7 ഇല്ലക്കാർ പൂജിക്കണം. ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിന് കിഴക്കുഭാഗത്തായി അടിയന്തര യോഗത്തിന്റെ മുന്നിൽ വെച്ചാണ് 7 ഇല്ലക്കാരുടെ പൂജ നടക്കുന്നത്. അക്കര ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവത്തിന് നിവേദ്യത്തിന് ഉപയോഗിക്കാനുള്ള ഉണക്കലരിക്ക് വേണ്ട നെല്ല് 7 ഇല്ലക്കാരുടെ പൂജയ്ക്ക് ശേഷം തിടപ്പള്ളിയിൽ ഏൽപ്പിക്കുന്നു. തിടപ്പള്ളിയിൽ എത്തിക്കുന്ന നെല്ല് നമ്പീശൻ വീണ്ടും അളക്കണം. നമ്പീശൻ അളന്ന നെല്ല് പടിഞ്ഞിറ്റ നമ്പൂതിരി വീണ്ടും പൂജിക്കുന്നതോടെ നെല്ലളവ് പൂർണ്ണമായി. നെല്ലളവ് കഴിഞ്ഞ് സ്ഥാനികർക്ക് കുത്തൂട്ടിൽ വിഭവസമൃദ്ധമായ കഞ്ഞിയും ഉണ്ടായിരുന്നു. രാത്രിയിലാണ് ആയില്യാർക്കാവിലെ ഗൂഢപൂജകൾ നടക്കുന്നത്. പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢപൂജകൾക്ക് ശേഷം ഊരാളന്മാർക്ക് തൃക്കൂർ അരി വിതരണവും അപ്പട നിവേദ്യവും ഇന്ന് ആയില്യാർക്കാവിലുണ്ടാവും. മെയ് 21 നെയ്യാട്ടത്തോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ആരംഭിക്കും.